റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും റോഡുകൾക്കിരുവശവുമുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാത്തതിനെതിരെയും പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും PWയുടെയും അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം ലീഗ് പേരാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ ധർണ നടത്തി. അരിപ്പയിൽ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് CP ഷഫീഖ്, മറ്റുള്ള ബഹുമാനായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ ഈ ധർണാ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സിറാജ് എല്ലാ കാര്യങ്ങളോടും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇവിടുത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ എന്താണെന്നറിയോ? ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത്. ഭരണസമിതിക്ക് ഒരു അധികാരവും ഇല്ലാത്ത രൂപത്തിലാണ് പോകുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത്. കാരണം മാസങ്ങൾക്ക് മുമ്പേ ചുവടിക്കുന്ന് ഭാഗത്ത് 45% ചെരിഞ്ഞു നിൽക്കുന്ന ഒരു മരം മുറിക്കുന്നതിന് വേണ്ടി അവിടെ ചില സാമൂഹ്യ പ്രവർത്തകരും ബഹുമാനപ്പെട്ട റജീന മെമ്പറും മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ഷഫീഖും PW എഞ്ചിനീയർമാരെ കണ്ട് പോയി സംസാരിച്ച് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് എന്താ അറിയോ, 5000 രൂപ മുടക്കിയിട്ട് ആ മരം മുറിക്കാൻ ഞങ്ങൾക്ക് പൈസയില്ല എന്നാണ് പറഞ്ഞത്. ഈ സ്ഥിതി തുടർന്നു പോയാൽ സിറാജ് പറഞ്ഞ പോലെ 100 കണക്കിന് വാഹനങ്ങൾ കെട്ടി ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു മരക്കം പൊടിഞ്ഞു വീണാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പഞ്ചായത്തും PWയും സമാനം പറയേണ്ടി വരുന്നതെന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരോടും ഈ സാഹചര്യം കണ്ടുകൊണ്ട് ബഹുജന സമരം സംഘടിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. പോക്കോത്ത് സിറാജ് അധ്യക്ഷത വഹിച്ചു. BK സക്കരിയ, CP ഷഫീഖ്, റജീന സിറാജ്, സമത് താഴ്മടം, മുഹമ്മദ് കാവുമ്പടി, ഹംസ തറാൽ, സലാം പാണമ്പ്രോൻ, ഫൈസൽ, ഷംസീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.